ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. അപ്പോ യു മസ്റ്റ് വാച്ച് എന്ന് പറയോ, യു ഷുഡ് വാച്ച് എന്ന് പറയോ? രണ്ടും ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ട്. എങ്കിൽ നമുക്ക് പഠിക്കാം മസ്റ്റ്, ഷുഡ്. ഇവ രണ്ടും പലപ്പോഴും ഒരേപോലെ തോന്നും, പക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും. മസ്റ്റ്, ഷുഡ് ഇവ രണ്ടും ചെയ്യേണ്ടത് എന്നൊരർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവ പറയുന്ന നിർബന്ധത്തിന്റെ തീവ്രത വ്യത്യസ്തമാണ്. മസ്റ്റ് ആൻഡ് ഷുഡ് നമുക്ക് ഒബ്ലിഗേഷൻ, അഡ്വൈസ്, ഡ്യൂട്ടി എന്നീ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാം. എന്നാൽ ഇവ എക്സ്പ്രസ് ചെയ്യുന്ന ലെവൽ ഓഫ് നെസസിറ്റി ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിക്കാം. മസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഒബ്ലിഗേഷൻ, നെസസിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി കാണിക്കാനാണ്. അതായത് സംതിങ് ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി റിക്വയർഡ്. ഇനി അത് ചെയ്തില്ലെങ്കിൽ there will be a serious result, a kind of punishment, danger എന്നെല്ലാം പറയാം. അപ്പോൾ മസ്റ്റ് കാണിക്കുന്നത് സ്പീക്കർ ഫീൽസ് ദ ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓർ അർജന്റ് എന്നാണ്. സെന്റൻസസ് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം, നിർബന്ധമാണ് അല്ലേ? അതൊരു റൂളാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം യു മസ്റ്റ് വെയർ ഹെൽമെറ്റ്. ഇവിടെ ഈ പറയുന്ന കാര്യം താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധപൂർവം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. യു മസ്റ്റ് വെയർ ഹെൽമെറ്റ്. അതുപോലെ കുട്ടികളോട് പറയാം, ഇന്ന് നീ നിന്റെ ഹോംവർക്ക് ചെയ്യണം, നിർബന്ധമാണ്, എന്തായാലും ചെയ്തിരിക്കണം. അപ്പൊ ചെയ്തില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു പണിഷ്മെന്റ് ഉണ്ടെന്ന് അറിയാം, അല്ലെങ്കിൽ പറയുന്ന വ്യക്തി കുറച്ച് സീരിയസ് ആയിട്ടാ പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം യു മസ്റ്റ് ഡു യുവർ ഹോംവർക്ക് ടുഡേ. ഹോംവർക്ക് ടുഡേ. അപ്പൊ ഇന്ന് എന്തായാലും ഹോംവർക്ക് ചെയ്തിരിക്കണം. യു മസ്റ്റ് ഡു യുവർ ഹോംവർക്ക് ടുഡേ. നിർബന്ധത്തിന്റെ ഇന്റൻസിറ്റി കാണിക്കാനാണ് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മസ്റ്റ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കൃത്യസമയത്ത് മെഡിസിൻ കഴിക്കണം, എന്തായാലും മെഡിസിൻ കഴിക്കണം, നിർബന്ധമാണ്, എനിക്കതിൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ പറയും? ഐ മസ്റ്റ് ടേക്ക് മൈ മെഡിസിൻ ഓൺ ടൈം. കൃത്യസമയത്ത് എനിക്ക് മെഡിസിൻ കഴിച്ചേ പറ്റൂ, നിർബന്ധമാണ്, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഐ മസ്റ്റ് ടേക്ക് മൈ മെഡിസിൻ ഓൺ ടൈം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സീരിയസ്, സ്ട്രിക്റ്റ്, അതുപോലെ തന്നെ കമ്പൽസറി ടോൺ ആണെന്ന്. അങ്ങനെ തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എൻ ഓർഡർ. നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധപൂർവം ചെയ്യേണ്ടി വരും. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഷുഡ് ആണെങ്കിലോ സജഷൻസ്, അഡ്വൈസ്, റെക്കമെൻഡേഷൻസ് ഇത് പറയാനാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. ഏകദേശം മസ്റ്റ് പോലെ തോന്നുമെങ്കിലും നോട്ട് സ്ട്രിക്ട്ലി നെസസറി. അതായത് പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ ഒരു ഡേഞ്ചറോ പണിഷ്മെന്റ് ഒന്നുമില്ല. ഇറ്റ് ഈസ് ഗുഡ് ടു ഡു, അത്ര തന്നെ. എക്സാമ്പിൾസ് നോക്കാം. നമ്മളോട് ആരെങ്കിലും പറയാം ടയേർഡാണ്, ഉറക്കമൊന്നും ശരിയല്ലാന്ന്. അപ്പൊ നമ്മൾ എന്താ പറയാ? യു ഷുഡ് സ്ലീപ്പ് ഏർലി. നേരത്തെ കിടന്നുറങ്ങണം. യു ഷുഡ് സ്ലീപ്പ് ഏർലി. ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ചെയ്തില്ല എന്ന് കരുതി അവിടെ പണിഷ്മെന്റ് ഒന്നുമില്ല. നേരത്തെ ഉറങ്ങിയാൽ നല്ലത് തന്നെ. ഇറ്റ് ഈസ് ഗുഡ് ടു ഡു. അപ്പൊ നമ്മളൊരു സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുന്നു എന്ന് മാത്രം. യു ഷുഡ് സ്ലീപ്പ് ഏർലി. നമ്മൾ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളോടോ പറയാം, നിങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കണം. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള ഒരാളോടാ പറയുന്നത്, നിങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കണം. നിർബന്ധമല്ല, ഒരു ഗുഡ് അഡ്വൈസ്. അങ്ങനെ ചെയ്താൽ ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ നമുക്ക് പറയാം യു ഷുഡ്
eat more vegetables. You should eat more vegetables. നിർബന്ധപൂർവമല്ല, കഴിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. അഡ്വൈസ് മാത്രമാണ് കൊടുക്കുന്നത്, പണിഷ്മെന്റ് ഒന്നുമില്ല കഴിച്ചില്ല എന്ന് കരുതി. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് പറയാം യു ഷുഡ് ഈറ്റ് മോർ വെജിറ്റബിൾസ്. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ. നിർബന്ധമൊന്നുമില്ല, കുടിച്ചില്ല എന്ന് കരുതി നിങ്ങൾക്ക് പണിഷ്മെന്റ് ഒന്നുമില്ല. എന്നിരുന്നാലും നല്ലതായത് കൊണ്ട് സജഷൻസ് നൽകുന്നു അല്ലെങ്കിൽ അഡ്വൈസ് നൽകുന്നു. ഹെൽത്ത് റിലേറ്റഡ് മാത്രമല്ല, നിങ്ങളുടെ വർക്ക് റിലേറ്റഡോ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഷുഡ് യൂസ് ചെയ്ത് പറയാം. നിർബന്ധപൂർവമല്ല, എന്നിരുന്നാലും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നൊരു രീതിയിലാണ് നമ്മൾ ഷുഡ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പറയാം മസ്റ്റ് ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഇറ്റ് ഈസ് കമ്പൽസറി അല്ലെങ്കിൽ ഒരു റൂള് പോലെ. എന്നാൽ ഷുഡ് ആണെങ്കിൽ സജഷൻ അല്ലെങ്കിൽ അഡ്വൈസ്, സംതിങ് ഗുഡ് ടു ഡു. മസ്റ്റ് സ്ട്രോങ് ഓർഡർ ആണെങ്കിൽ ഷുഡ് ഒരു ജെന്റിൽ അഡ്വൈസ് ആണ്. ഇങ്ങനെ വേണമെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പഠിക്കാം. മസ്റ്റ് ഒരു സ്ട്രോങ് ഓർഡർ ആണെങ്കിൽ ഷുഡ് ഒരു ജെന്റിൽ അഡ്വൈസ് ആണ്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഡിഫറൻസ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.